നിങ്ങൾ ഒരിക്കലും എളുപ്പവഴികൾ തിരഞ്ഞെടുക്കാൻ പാടില്ല. ഏതൊരു ചത്ത മീനിനും ഒഴുക്കിന് നേരെ നീന്താൻ പറ്റും. നമ്മൾ മാത്യു 7:13-14 നോക്കുകയാണെങ്കിൽ, Enter through the narrow gate, for wide is the gate and broad is the road that leads to destruction, and many enter through it. But small is the gate and narrow is the road that led to life, and only few find it. ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ക്രൗഡുമായിട്ട് ഫിറ്റ് ഇൻ ചെയ്യാൻ നോക്കുന്ന ഒരാളാണെങ്കിൽ, അതായത് ക്രൗഡിൻ്റെ ഫ്ലോ അനുസരിച്ച് പോകാൻ നോക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഡിസ്ട്രക്ഷനിലേക്കാണ് പോകുന്നത്. പക്ഷെ നിങ്ങൾ സ്റ്റാൻഡ് ഔട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ലൈഫിലേക്കാണ് പോകുന്നത്. നിങ്ങൾ ഇത്രയും സമയം ഈ വീഡിയോ കണ്ട സ്ഥിതിക്ക് നിങ്ങളെ കൊണ്ട് ദൈവത്തിന് എന്തോ ഒരു ഉദ്ദേശമുണ്ട്. നിങ്ങളിവിടെ വന്നത് ഒരു കോയിൻസിഡൻസ് ആയിട്ടില്ല, നിങ്ങൾ റാൻഡംലി എന്നെ കണ്ടുപിടിച്ചതല്ല. നിങ്ങളെ കൊണ്ട് ദൈവത്തിന് ഒരു ഉദ്ദേശം ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ ഈ സമയം ഈ വീഡിയോ കാണുന്നത്. ക്രൗഡുമായിട്ട് ഫിറ്റ് ഇൻ ചെയ്ത് പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അത് ആ ഫ്ലോ ആയിട്ട് പോകാൻ ഞാൻ നിങ്ങളെ സ്റ്റോപ്പ് ചെയ്യില്ല. ബട്ട് നിങ്ങൾ ആ ഫ്ലോ ആയിട്ട് പോയാൽ നിങ്ങൾക്ക് വിക്ടറി എത്തും. ചില സമയത്ത് എത്താനും ചാൻസ് ഉണ്ട്, ചില സമയത്ത് നിങ്ങൾ തോൽക്കാനും ചാൻസ് ഉണ്ട്. ഈസി ഓൾവേസ് റീച്ച് ടു ആവറേജ്. നിങ്ങൾക്ക് എപ്പോൾ ഈസി എടുത്താലും നിങ്ങൾക്ക് ആവറേജ് ആയിട്ട് നിങ്ങൾക്ക് എത്താൻ കഴിയുള്ളൂ. പക്ഷേ നിങ്ങൾ ഗ്രേറ്റ്നെസ് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ദൈവത്തെ സ്നേഹിച്ചേ പറ്റുള്ളൂ. ദൈവത്തിൻ്റെ സഹായമില്ലാതെ നിങ്ങൾക്ക് ഒരിക്കലും ഗ്രേറ്റ്നെസ്സിലേക്ക് എത്താൻ പറ്റില്ല. നിങ്ങൾ ഇതിൽ വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.